വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ ഇങ്ങനെ ഭാമയുടെ വീട്ടിൻ്റെ ഉമ്മറത്തെ ചാരുകസയിൽ ഇരിക്കുന്നുണ്ട്. അന്നേരം ഭാമ ചായയായിട്ട് വരികയാണ്. രാഘവേട്ടന് വേണ്ടല്ലോ, ഞാൻ എടുക്കാൻ പോയപ്പോൾ ചോദിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഭാമയും ചായ കുടിക്കുകയാണ്. അന്നേരം എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കണമല്ലോ, സഹായത്തിനുണ്ടായിരുന്ന ഒരാളും പോയി എന്നിങ്ങനെ പറയുമ്പോൾ ആര് പോയാലും വന്നാലും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കണം എന്നങ്ങോട്ട് തീരുമാനിക്കുക എന്ന് പറയുകയാണ്. അന്നേരം പാതി ശരീരമായിട്ടിരിക്കുന്ന എൻ്റെ ബുദ്ധിമുട്ട് നിനക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം എന്നാലും ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് ആരായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഭാമ അങ്ങോട്ട് സംസാരിക്കുകയാണ്. എന്നാലും അത് കൊള്ളാമല്ലോ, കൊണ്ടുപോയതിന് എന്തായാലും ഗതി പിടിക്കാനായിട്ട് പോയില്ല, കൂടെ നിന്നവനും ഗതി പിടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമയില്ല പ്രാവുന്നു അല്ലെങ്കിൽ പറയുകയാണ്. അന്നേരം നീ എന്തിനെങ്ങനെയൊക്കെ വെറുതെ പറയുന്നത്, ആ കൊച്ചു നമുക്കൊരു ബാധ്യതയല്ലായിരുന്നു, അപ്പോൾ അത് പോയത് തന്നെ പോട്ടെ, രക്ഷപ്പെട്ടു എന്ന് കരുതുക. അന്നേരം ബാധ്യതയോ, രാഘവേട്ടൻ എങ്ങനെ ഇതൊക്കെ പറയാൻ തോന്നുന്നു? ആ കുഞ്ഞ് വന്നതിന് ശേഷം ചിരിയും സന്തോഷമൊക്കെ ഇല്ല എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്ത് ഇതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം അതിന് ഐശ്വര്യം എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും പിന്നെ അത് കൊണ്ടുപോയതിനും എല്ലാം ഒരു കാലത്തും ഗുണം പിടിക്കില്ല, ചത്ത് പോകത്തേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഭാമ കുറേ പ്രാക്കുന്ന പോലെ പറയുകയാണ്. അന്നേരം പിള്ള ഇങ്ങനെ ഓട്ടോയിൽ പോകുന്നവർ ആ ഒരു വണ്ടി ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ ആക്സിഡൻ്റ് ആവുന്നൊരു സീനും കാണിക്കുന്നുണ്ട്. അന്നേരം നീ വെറുതെ അങ്ങനെയൊന്നും പറയല്ലേ, അന്നേരം എനിക്ക് ഒരു നേർച്ച കൂടി ഉണ്ട്, അതുകൂടി നേർന്നാലുണ്ടല്ലോ ഈശ്വര എന്നൊക്കെ പറയുന്നത് തൊഴുത് പറയുകയാണ്. നേർന്നാൽ എവിടെ നിന്നാണ് കൊണ്ടുപോയത്, ആ കൊണ്ടുപോയത് തന്നെ ഇവിടെ കൊണ്ടുവച്ച് ഭ്രാന്തിളകി ഇവിടെ കൊണ്ടുവയ്ക്കും, ആ ഒരു നേർച്ച കൂടി എനിക്കുണ്ടെന്ന് പറയുമ്പോൾ നീ ആവശ്യമില്ലാത്തതും തലയെടുത്ത് വെക്കല്ലേ എന്ന് പറയുകയാണ്. അല്ലാതെ പിന്നെ രാഘവേട്ടൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. 10 മാസം ചുമന്ന് വയലിട്ട് താലോലിച്ച് കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മയുടെ വേദന എന്തുമാത്രമായിരിക്കും, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് അമ്മ അറിയുമ്പോൾ അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാവും, രാഘവേട്ടന് മനസ്സിലാവില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഒരുപാടങ്ങ് രാഘവേട്ടൻ കൊണ്ടുപോയും ഗതി പിടിക്കില്ല, കൂട്ടുന്നതും ഗതി പിടിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്നേരം പൊന്നിയും അത് തന്നെ അങ്ങനെ തന്നെ എന്നൊക്കെ ഇങ്ങനെ അടുത്തു നിന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് രാഘവനാരുടെ ഫോൺ അടിക്കുകയാണ്. അന്നേരം സത്യം എന്തേ കണ്ടില്ലേ ഫോൺ അടിക്കുന്നത്, എടുക്കുന്നിങ്ങനെ ഫാമിൽ ആകെ ഉറഞ്ഞു തുള്ളി നിൽക്കണം കൊച്ചിനെ നഷ്ടപ്പെട്ട ഒരു സങ്കടത്തിൽ. അന്നേരം രാഘവനാർ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം അതെ രാഘവൻ നായരാണെന്ന് പറയുമ്പോൾ അയ്യോ ചതിച്ചോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പെട്ടെന്ന് ഫോൺ വയ്ക്കുക. രാഘവൻ നായർക്ക് ഒരു ശ്വാസം മുട്ട് പോലെ വരികയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ അത് പിള്ള പോയ വണ്ടി ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട്. അന്നേരം രാഘവേട്ടാന്നൊക്കെ ഭാമ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പൊന്നി ആ വലിവിനുള്ള മരുന്ന് ഇങ്ങോട്ട് എടുത്തതെന്ന് പറയുമ്പോൾ പൊന്നി ഓടിപ്പോയി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ആ ഇൻഹേലർ എടുത്തുകൊണ്ട് വന്നിട്ട് രാഘവൻ നായർക്ക് കൊടുക്കുമ്പോൾ അത് അടിക്കുമ്പോൾ ആശ്വാസമാവുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അയാൾക്ക് ഒരു ആപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ആ ഒരു സത്യഭാമയുടെ ആ ഒരു പ്രാക്ക് ഫലിച്ച പോലെ എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതേസമയം അവിടെ ശിവനാണെങ്കിൽ അവിടെ കൃഷ്ണൻകുട്ടിയും ശാന്തയും ഇല്ല രാജേന്ദ്രനെയൊക്കെ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട്. അന്നേരം ശിവൻ സ്റ്റേഷനിൽ മുന്നിൽ തന്നെ നിൽക്കുമ്പോൾ ശാലിനി കാറിൽ എത്തുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ അകത്തേക്ക് ചെല്ലുമെന്ന് പറയുകയാണ്. ശാലിനി ഓടി അകത്തേക്ക് കയറുന്നുണ്ട്. ശിവനും പിന്നാലെ ചെല്ലുകയാണ്. അന്നേരം അവിടെ കൃഷ്ണൻകുട്ടി ശാന്തയും രാജേന്ദ്രനും ഒക്കെ നിർത്തിയിരിക്കുകയാണ് റസാക്ക്. അന്നേരം ഇവരെല്ലാവരും ഇങ്ങനെ കാണുന്നുണ്ട്. റസാക്ക് പറയുന്നുണ്ട് ഇവരെല്ലാവരും മേഡത്തിന് ആരാണെന്ന് അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഇതിന് പിന്നിലൊക്കെ ഒരു ചെറിയൊരു ആസൂത്രണ കഥയുണ്ട്, അത് ഞാൻ തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്താം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് മെയിൻ കഥാപാത്രം, പേര് കൃഷ്ണൻകുട്ടി എന്നാണ്, ബന്ധം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മാവനാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കാണാതായ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പിന്നെ സഹോദരി മാമൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇയാളാണെങ്കിൽ വളരെ ആസൂത്രിതമായിട്ടാണ് കാര്യം ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു കൊലപാതക ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ആദ്യം അനന്തരവൻ്റെ ഭാര്യയാണ് കൊല്ലാൻ നോക്കിയെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ ആകെ ശാലിനിക്കൊന്നും മനസ്സിലാവുന്നില്ല, കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിന് മുന്നേ വന്നപ്പോഴേ ശാന്ത ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കൊല്ലാൻ നോക്കി. അന്നേരം അത് ഹോസ്പിറ്റലിൽ വെച്ചാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതെന്ന് പറയുന്നുണ്ട്. അന്നേരം ഹോസ്പിറ്റലിൽ വെച്ച് എന്താണ് സംഭവിച്ചത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണമെന്നും പറഞ്ഞു ഷർട്ടിൻ്റെ കോളറിനൊക്കെ റസാക്കി ഇങ്ങനെ കൃഷ്ണൻകുട്ടിയെ കുത്തിപ്പിടിച്ചിട്ട് അങ്ങോട്ട് തള്ളുകയാണ്. അന്നേരം അത് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻകുട്ടിയെ സംഭവം പറയുന്നുണ്ട്. ഡോക്ടർക്ക് പൈസ കൊടുത്ത് ഡോക്ടറെ സ്വാധീനിച്ച് ഒരു ഇത് നോക്കിയത്, എന്നിട്ട് ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് കുഞ്ഞിനെ കൊല്ലാനായിട്ട് നോക്കിയത്. അതിന് പറയുന്ന ഒരു വിചിത്രമായ അതാണ് ന്യായമാണ് പറയുന്നത്. മരുമകൻ്റെ ഇപ്പോഴത്തെ ഭാര്യയുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം, അതിന് ഈ പിന്നെ കുഞ്ഞും എൻ്റെ അമ്മയും ഒരു തടസ്സമാകും, അതിനാണ് കൊല്ലാൻ നോക്കിയതെന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് കണ്ടുപിടിച്ച ആളും ഇയാളാണ് രാജേന്ദ്രൻ, ശാന്തയുടെ ഭർത്താവിന് ബ്രെയിൻ ഉണ്ട് എന്നുള്ളതാണ്, ആ ബ്രെയിനാണ് ശാന്ത എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാന്തയാണെങ്കിൽ കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനെ ശാന്ത സമ്മതിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ആദ്യ ശ്രമം എന്ന നിലയ്ക്ക് അന്ന് അവിടെ വന്ന മോഷണ ശ്രമം എന്ന് പറയുമ്പോൾ ശാലിനി ആലോചിക്കുന്നുണ്ട്, ആ മങ്കി ക്യാപ്പ് കേട്ട് വന്നതും ഓടിപ്പോയതുമൊക്കെ. പിന്നീട് രണ്ടാമതും ശാന്തയെ സ്വാധീനിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അന്ന് രണ്ടാമതൊരു ശ്രമം കൂടി നടത്തിയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ രാജേന്ദ്രനെയും പിടിച്ച് തള്ളുമ്പോൾ രാജേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് കൊച്ചിനെ കാണാതെ സജനിൽ വന്നിങ്ങനെ ശാന്തയെ വിളിച്ചതും പിന്നീട് ശാന്ത സംസാരിച്ചതും തിരിഞ്ഞു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാഞ്ഞതും ഒക്കെ. അന്നേരമാണെങ്കിൽ അപ്പോൾ
ശാലിനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ കുഞ്ഞിനെ എടുത്തത് ആരെന്ന്. അന്നേരം അതിപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമായിട്ട് തന്നെ നിൽക്കുന്നു. ഇവർക്കാർക്കും അറിയില്ല കുഞ്ഞിനെ എടുത്തത് ആരാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇവർ ആണെങ്കിൽ രാജേന്ദ്രനാണെങ്കിൽ കൃഷ്ണൻകുട്ടി പൈസ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു തർക്കം നടക്കുമ്പോഴാണ്, അതിൻ്റെ പൈസ കിട്ടാതിലും കൊച്ചിനെ കിട്ടാത്തതിലും തർക്കം വഴി കിടന്ന് അടി കൂടുമ്പോഴാണ് ഇവരെ ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് റസാക്ക് പെട്ടെന്ന് ശിവനെ നോക്കുന്നത്. ശിവനാണ് ഇവിടെ എത്തിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ പിന്നെ ശാന്തയാണെങ്കിൽ ശാന്ത ഇങ്ങനെ കൈക്കങ്ങോട്ട് പിടിച്ചിട്ട് ശാലിനി ചോദിക്കുന്നുണ്ട്, എങ്ങനെ കഴിഞ്ഞു ശാന്തേച്ചി, ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാക്കി തന്നത് എൻ്റെ അമ്മ, അതുപോലും ഓർത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ഒരു അബദ്ധം പറ്റിപ്പോയി കുഞ്ഞ്, ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നുപോയി എന്നോട് ക്ഷമിക്കണം, ഞാൻ കുഞ്ഞിൻ്റെ കാല് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ശാന്തയാണെങ്കിൽ ശാലിനിയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരവും പിന്നെ ശാലിനി ആലോചിക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞെവിടെ എന്നിങ്ങനെ ഇവർ ഈ പറയുന്നത് മനസ്സിലാണെങ്കിൽ ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ, ഇങ്ങനെ എവിടെയാണെന്നുള്ളതിന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ റസാക്കിന് ഉത്തരവില്ലാതെ നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ഒരു വിഷമിച്ച് നിൽക്കുകയാണ്. അന്നേരം രാജേന്ദ്രൻ പറയുന്നുണ്ട്, ശാന്ത ഇങ്ങനെ കാലൊക്കെ പിടിക്കുമ്പോൾ, ഞാൻ അവളെ ഭീഷണിപ്പെടുത്തിയാണ്, പണത്തിനുള്ള അത്യാഗ്രഹം കാരണം ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതാണ്, അല്ലാതെ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് രാജേന്ദ്രൻ പറയുന്നുണ്ട് അവിടെ. ഇതേ സമയം അവിടെ അരുണയും കൃഷ്ണമൂർത്തിയും കൂടി കുഞ്ഞിനെ കാണാൻ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം അച്ഛനും അമ്മയും ഉമ്മർത്ത് തന്നെ കാത്തു നിൽക്കുകയാണ്. അന്നേരം നിങ്ങൾ പോയതിന് ശേഷം എത്ര തവണ എന്നോട് പറഞ്ഞെന്ന്, നിങ്ങളെ ഫോൺ വിളിക്കാനായിട്ട്, കുട്ടിയെ കണ്ടോ, അവിടെ എത്തിയോ, എന്തായി എന്നൊക്കെ അറിയാനായിട്ട് എന്ന്. അന്നേരം എന്തായി, കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ അച്ഛൻ ചോദിക്കുകയാണ്. അന്നേരം കുഞ്ഞിനെ കണ്ടു, പിന്നെ പെൺകുഞ്ഞാണ്, നല്ല ഓമനത്തുള്ള കുട്ടി, 2-3 മാസം പ്രായം വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ അമ്മയല്ലേ നിൽക്കുന്ന, അമ്മയോട് ചോദിക്കുന്നതിന് അരുണയെ ചൂണ്ടി പറയുകയാണ്. അന്നേരം നല്ല കുട്ടിയാച്ച എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഇടപഴകും, വരുന്നത് വരെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു, വിട്ടിട്ട് പോരാനേ തോന്നിയില്ല എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ കൂടെ കൊണ്ടുവരാമായിരുന്നില്ലേ. അന്നേരം അങ്ങനെയൊന്നും പറ്റില്ല, അതിന് കുറച്ച് ഫോർമാലിറ്റീസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇത് സംസാരിച്ചിട്ട് അങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് അവർ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറും, കുഞ്ഞ് വന്ന് കയറുമ്പോൾ ഒരു കുട്ടി ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്ന് കയറുകയില്ലേ എന്ന് പറഞ്ഞ് അച്ഛനങ്കപ്പാടെ ഇങ്ങോട്ട് സന്തോഷം തന്നെയാണ്. അന്നേരം അവർക്ക് കുറച്ച് അന്വേഷണമൊക്കെ ഉണ്ടാകും, നമ്മുടെ കുട്ടിയെ നോക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടുമെന്ന് ഇങ്ങനെ കൃഷ്ണമൂർത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് ദുർഗ എത്തുന്നുണ്ട്. കൃഷ്ണമൂർത്തിയുടെ പെങ്ങൾ ദുർഗ ആകെ ദേഷ്യത്തിലാണ് വന്ന് കയറുന്നത്. അന്നേരം ഇത് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവ് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ വീട്ടിലേക്ക് അങ്ങനെ എന്നെ ദത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ ദത്തെടുക്കുന്നതിന് ചേച്ചിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് നിൻ്റെ കുട്ടി അല്ലാത്തത് കൊണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഇത് നമ്മുടെ എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്, ചേച്ചി ഇടപെടാന്ന് പറയുമ്പോൾ, നിനക്ക് എന്നാണ് ദാമ്പത്യ ജീവിതം ഉണ്ടായ, അതിന് മുന്നൊരു ജീവിതം ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ അച്ഛനും പറയുന്നുണ്ട്, നീ പ്രശ്നം ഉണ്ടാക്കരുത്, അവർ ദത്തെടുക്കട്ടെ എന്ന് പറയുകയാണ്. അന്നേരം അത് പറ്റില്ല, കൃഷ്ണമൂർത്തിക്കാണ് ഒരു കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ അത് ഞാൻ സമ്മതിച്ചേണം, പക്ഷെ അങ്ങനെയല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം അന്യം നിന്ന് പോയില്ലേ എന്നിങ്ങനെ അമ്മ പറയുമ്പോൾ, അതെങ്ങനെ ശരിയാവും, എൻ്റെ മോള് നന്ദന എന്താ ഈ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ഈ കുടുംബത്തിലെ കുട്ടിയാണ്, ഈ വീട്ടിലെ കുട്ടിയല്ലല്ലോ, ഈ വീട്ടിലെ ആകുമ്പോൾ അത് മൂർത്തിയുടെ കുട്ടിയാവണം, ഈ വീട്ടിൽ താമസിക്കുന്ന മൂർത്തിയുടെ കുട്ടിയാവണം എന്ന് പറയുകയാണ്. അന്നേരം അതേ അങ്ങനെയാവണം, മൂർത്തിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ എനിക്കതിൽ വിരോധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ എവിടത്തെങ്കിലും കുട്ടിയെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല, നീ എന്നെ എതിർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പദ്ധതി എന്നുണ്ടെങ്കിൽ ഞാൻ എതിർക്കും, ഏത് വിധേനയും ഞാൻ എതിർക്കും, എന്നെ അറിയാമല്ലോ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ അച്ഛൻ പറയട്ടെ, എനിക്കിതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള, ഈ വീടിൻ്റെ എനിക്കും കൂടി അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് ദുർഗ അങ്ങ് പോവുകയാണ്. അന്നേരം ഈ അരുണയും പിന്നെ കൃഷ്ണമൂർത്തിയൊക്കെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. മൂർത്തി ചോദിക്കണം, അച്ഛനൊന്നും പറഞ്ഞ് മനസ്സിലാക്കാമായില്ലേ എന്ന്. അന്നേരം അവരുടെ സ്വഭാവം നിനക്കറിയാമല്ലോ, ഞാൻ എന്ത് പറയാനാന്ന് നിൽക്കുമ്പോൾ മൂർത്തിക്കും അരുണയ്ക്കും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടെ ശാലിനിയും ശിവനും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവിടെ ശാരികയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അവർ. അന്നേരം ശാലിനി ഇവിടെ ഉണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ, ഇപ്പോൾ എത്തിയതുള്ള കുറച്ച് ഒഴിച്ചിൽ കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ശാരികയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പക്ഷേ അത് പിന്നെ പ്രഷർ കൂട്ടാനായിട്ട് പാടില്ല, ചെറിയൊരു അബോധാവസ്ഥയിലാണ്, സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ, മനസ്സിന് തളർത്തുന്ന കാര്യങ്ങളൊന്നും പറയല്ലേ, ഒരു പിന്നെ മനസ്സ് കൂടി തളർന്നു പോയാൽ പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കും, അതുകൊണ്ട് പോസിറ്റീവായ കാര്യങ്ങളെ പറയാനുള്ളൂ എന്ന് പറയും. മനസ്സിലായല്ലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മനസ്സിലായതുപോലെ ചെയ്തോളാം എന്ന് പറയുകയാണ്. നെഗറ്റീവായിട്ടുള്ള സങ്കടപ്പെടുത്തുന്നതൊന്നും പറയരുത്, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലാണെന്ന് ഡോക്ടർ പറയുകയാണ്. അതിനുശേഷം ശിവനും ശാലിനിയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി പറയുന്നുണ്ട്, പിന്നെ ഞാൻ എന്തായാലും ചേച്ചി ഒന്ന് കാണട്ടെ, അന്നേരം തൽക്കാലം മോളെ നഷ്ടപ്പെട്ടു എന്നുള്ളത് അറിയിക്കാതിരിക്കുന്നതല്ല, ഡോക്ടർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചി കൂടുതൽ വിഷമിക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, മോളെ ചോദിക്കില്ലേ എന്ന് ശിവൻ ചോദിക്കുകയാണ്. അന്നേരം എന്തെങ്കിലും ഒരു കള്ളം സത്യം മറച്ച് വെച്ച് വീണ്ടും ഒരു കള്ളം പറച്ചിൽ, എന്തായാലും ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ശാരിക അടുത്തേക്ക് ചെല്ലുന്നുണ്ട്.
തുടർന്ന് ശാരികയാണെങ്കിൽ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, മോളെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, കൊണ്ടുവന്നില്ല, ഡോക്ടർ പറഞ്ഞു കൊണ്ടുവരണ്ടെന്ന്, കാണിക്കണ്ടെന്ന് പറയുകയാണ്. അന്നേരം എന്താ, എനിക്ക് നീയല്ലേ പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ മോളെ കാണിക്കാമെന്ന് പറയുകയാണ്. അന്നേരം സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, അത് എനിക്ക് സങ്കടമല്ലല്ലോ, മോളെ കാണുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ തോന്നുന്നത് എന്നിങ്ങനെ പറയുകയാണ്. നീ എപ്പോഴാണ് ഇനി എന്നെ കാണിക്കാൻ കൊണ്ട്, ഞാൻ ചത്തിട്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചേച്ചി, ഇത് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്നുള്ള സങ്കടം ഉണ്ടാവില്ല, അപ്പോൾ കുഞ്ഞിനെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൊണ്ടുവന്നാൽ മതി എന്നാണ് ഡോക്ടർ പറയും. പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് എല്ലാവരും നഷ്ടപ്പെടും, എൻ്റെ ജീവിതം ഈ ഹോസ്പിറ്റലിൽ തന്നെ തീരും, എൻ്റെ മോളും എനിക്ക് നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് ശാരിക ആരെ അങ്ങ് കരച്ചിലൊക്കെയാണ്. അന്നേരം ചേച്ചി കരയല്ലേ, നല്ല രീതിക്ക് എല്ലാം ശരിയാകും, കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് പറയുമ്പോൾ, നാളെ എങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരുപാട് പേര് വന്ന് പോകുന്നതല്ലേ, കുഞ്ഞിന് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടായില്ല, അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ കിട്ടിയ കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും, പിന്നെ നീ എന്താ ഒന്നും പറയാത്തത്, നീ എന്ന് കൊണ്ടുവരും, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാനെങ്കിലും കഴിയും, എന്താ മിണ്ടാത്തതെന്നൊക്കെ ഇങ്ങനെ ശാരിക ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കള്ളം പറഞ്ഞ് ശാലിനിയാണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിലാണ് സുസ്മിതയാണെങ്കിൽ സത്യഭാമയെ കാണാനായിട്ട് ചെല്ലുന്നത്. ആദ്യമേ ഭാമയ്ക്കാണെങ്കിൽ സുസ്മിതയെ കാണുമ്പോൾ ആ ദേഷ്യമൊക്കെയാണ്, ഒട്ടും സംസാരിക്കുക തന്നെയാണ് നിൽക്കുന്നത്. അന്നേരം മകൻ തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്ന ഒരു അമ്മയോട്, മകൻ ഇനി തിരിച്ചു വരില്ല എന്ന് അറിയിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഭാമ പറയണോ, അടുത്ത നുണയുമായിട്ട് എത്തിയിരിക്കുകയാണോ എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അല്ല, വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം സുസ്മിത വന്ന വണ്ടിയിൽ നിന്നും ആ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ആ ഒരു ജോലിക്കാരൻ ബാഗ് തൂക്കിങ്ങനെ വരുമ്പോൾ പൊന്നിയും ഭാമയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത്രയുമാണ് അടുത്ത എപ്പിസോഡിലെ പ്രമോയും. അപ്പോൾ അവിടെ സുസ്മിത പറയും വിഷ്ണു വരില്ല, മരിച്ചുപോയി എന്നുള്ളതും ആ ഇൻഷുറൻസിൻ്റെ പേപ്പറൊക്കെ അവിടെ കാണിക്കുന്നതും ഒക്കെയാണ്. പിന്നീടാണ് ശാലിനി വരുമ്പോൾ ശാലിനിയെ ഭാമ കുറ്റക്കാരിയാക്കുന്നതും ഒക്കെ. ഇനി ശാലിനിയെ പുറത്താക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ പിന്നീട് കുട്ടികളെല്ലാവരും അറിയും, അതൊക്കെ ആയിരിക്കും, അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.